പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം പഠിക്കാൻ, പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അസുലഭമായ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷ പഠനത്തിലാണ് നാം 7-ാമത്തെ അധ്യായത്തിൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇതുവരെ വായിച്ചത്. തുടർന്നുള്ള വചനങ്ങൾ ധ്യാനിക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായി സ്വർഗീയ കൃപകൾ വർഷിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമുക്ക് തരുന്ന ഈ അനുഗ്രഹത്തിൻ്റെ സമയത്തെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. 7-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം, വാക്യം 10. എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി, പരസ്യമായല്ല രഹസ്യമായി. അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്, വാക്യം 11, അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിരുന്നു, ഈ ഭാഗത്തെ നമ്മൾ വിശദീകരിക്കുമ്പോൾ കർത്താവായ യേശുവിനോടുള്ള 3 കൂട്ടം മനുഷ്യരുടെ പ്രതികരണത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആദ്യത്തേത് അവൻ്റെ സഹോദരന്മാരാണ്. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു, ചിരപരിചിതത്വം വിശ്വാസമല്ല എന്ന ആശയം നമ്മൾ മനസ്സിലാക്കി. വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇനി 2 കൂട്ടം മനുഷ്യരെ കൂടി നമുക്ക് കാണാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതിലെ 2-ാമത്തെ കൂട്ടരാണ് അധികാരികൾ, റൂളേഴ്സ്, ഭരണാധികാരികൾ. ഇവിടെ യഹൂദർ എന്ന് വാക്യം 11 ഉദ്ദേശിച്ചിരിക്കുന്നത് യഹൂദ അധികാരികളെയാണ്. പ്രത്യേകിച്ച് ജെറുസലേമിലെ യഹൂദന്മാരുടെ നേതാക്കന്മാരായിരുന്ന, നേതൃത്വം വഹിച്ചിരുന്ന ആളുകൾ. ഇവർ യേശുവിനെതിരായിരുന്നു. ഇവർക്ക് യേശുവിനോടുള്ള നിലപാട് എപ്പോഴും എതിരായ നിലപാടായിരുന്നു. അതുകൊണ്ടാണ് യഹൂദർ എന്ന പരാമർശം ഇവിടെയെല്ലാം യോഹന്നാൻ ഉപയോഗിക്കുന്നുണ്ടോ, പ്രധാനമായും അത് ഒരു വിഭാഗം യഹൂദരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. അത് എല്ലാവരെയും പൊതുവായി പറയുന്ന സാമാന്യ സംജ്ഞയായി മനസ്സിലാക്കാൻ പാടില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ വാക്യം 11 ഇങ്ങനെയാണ്, അവൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. 2-മതൊരു കൂട്ടരെ നമ്മൾ കാണുകയാണ്. അത് ഭരണാധികാരികളാണ്, ജനത്തിൻ്റെ നേതാക്കന്മാരാണ്. എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവരൊരിക്കലും യേശുവിനെ സത്യസന്ധമായി മനസ്സിലാക്കാൻ തയ്യാറായിരുന്നില്ല. മുൻവിധികളുടെയും മുൻധാരണകളുടെയും പക്ഷപാതം നിറഞ്ഞ ചില ബോധ്യങ്ങളുടെയും വെളിച്ചത്തിലാണ് അവർ യേശുവിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പ്രീ കൺസീവ്ഡ് നോഷൻസുമായി നിങ്ങൾ യേശുവിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് യേശുവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. നമ്മൾ രൂപപ്പെടുത്തിയ ധാരണകളുമായി യേശുവിനെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് യേശുവിൻ്റെ ചിത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് ഒരു ധാരണകളും ഇല്ലാതെ സത്യസന്ധമായി യേശുവിനെ സമീപിക്കുമ്പോഴാണ് യേശു എന്ന ആ അമൂല്യമായ സ്വർഗീയ ദാനം, അതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അധികാരികൾക്ക് സംഭവിച്ച, നമുക്ക് സംഭവിക്കാനിടയുള്ള ഒരു പരാജയം എന്ന് പറയുന്നത്, അവർ ഒരിക്കലും യേശുവിനെ സത്യസന്ധമായി അന്വേഷിക്കാൻ തയ്യാറായില്ല. അവരൊരിക്കലും യേശു പറയുന്ന കാര്യങ്ങൾ ശരിയായി ശ്രദ്ധിച്ചുമില്ല. അവരെപ്പോഴും യേശുവിനെ ശ്രദ്ധിച്ച സമയത്തൊക്കെ നമ്മൾ പീഡാനുഭവ വാരത്തിൻ്റെ വായനകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ അവർ യേശുവിനെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചോ അതെല്ലാം യേശുവിനെ വാക്കിൽ കൊടുക്കാൻ, അവനെതിരെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ, അവനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കാൻ, ആ ഒരു ധാരണയോടും ആ ഒരു മുൻവിധിയോടുമാണ് അവർ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, യേശുവിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും യോഹന്നാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് യേശുവിനെ തേടി വരുന്നത്? സത്യസന്ധമായിട്ട് യേശുവിനെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ജനതയായി ഈ അധികാരികളെ യോഹന്നാൻ ചിത്രീകരിക്കുമ്പോൾ ഇത് നമുക്ക് സംഭവിക്കാവുന്ന ഒരു അപായ സൂചനയായിട്ട് കൂടി കണക്കാക്കണം. യേശുവിനെ
ഏറ്റവും നിർമ്മലമായി ഒരു മുൻധാരണകളും മുൻവിധികളും ഇല്ലാതെ മനസ്സിലാക്കാൻ പരിശ്രമിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണത്. ഈ യേശു ജനിച്ച സമയത്ത് ഹെറോദേസ് മനസ്സിലാക്കാൻ ശ്രമിച്ചതുപോലാണത്. ഹെറോദേസ് ഈ രക്ഷകനായി ദാവീദിൻ്റെ വംശത്തിൽ ഒരു രാജാവും രക്ഷകനുമായി ഒരു ശിശു ദൈവപുത്രൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത ജ്ഞാനികളിൽ നിന്ന് അറിയുമ്പോൾ ഹെറോദേസ് അസ്വസ്ഥനായി. അയാൾ എന്താണ് ഈ കുഞ്ഞ്, അല്ലെങ്കിൽ ആരാണ് ഈ കുഞ്ഞ്, എന്താണ് ആ കുഞ്ഞിൻ്റെ ആഗമന ഉദ്ദേശം, ഈ കാര്യത്തെക്കുറിച്ച് അയാൾ അന്വേഷിക്കാനോ അയാൾ ആ കുഞ്ഞിനെ കാണാനോ താല്പര്യപ്പെട്ടില്ല. മറിച്ച് അയാൾക്ക് ആ കുട്ടി എവിടെയാണ് ജനിച്ചത് എന്ന് അയാൾ അന്വേഷിച്ചത് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ അത് രക്ഷയ്ക്ക് ഉപകരിക്കുന്നില്ല, ഇത് രക്ഷയ്ക്ക് സഹായിക്കത്തില്ല. കാരണം നമ്മൾ യേശുവിനെ തേടുന്നത് വെറുപ്പോടും വിദ്വേഷത്തോടും പകയോടും മുൻവിധികളോടും കുറ്റപ്പെടുത്തലോടും കൂടി യേശുവിനെ സമീപിക്കുന്ന, യേശുവിൻ്റെ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കൂട്ടം മനുഷ്യരുടെ പ്രതിനിധികളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മളിങ്ങനെയുള്ള മനുഷ്യരെ ഈ നാളുകളിലും കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മൾ തന്നെ അങ്ങനെ ആയിരിക്കാം. അതായത് ഈ മുൻധാരണകളുമായി സമീപിക്കുകയാണ്, സത്യസന്ധമായി സുവിശേഷം എടുത്ത് വായിക്കാൻ തയ്യാറാവുന്നില്ല. മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വന്ന എല്ലാ ആളുകളുടെയും ജീവിതം നിങ്ങൾ നോക്കുക. അവർ യേശു പറഞ്ഞ വാക്കുകളെ അതിൻ്റെ സത്യത്തിൽ സമീപിക്കാൻ ആഗ്രഹിച്ചവരാണ്. അവർ ചോദ്യം ചെയ്യാതെ, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാതെ എന്നല്ല, അവർ മറ്റ് മുൻവിധികളോ മറ്റ് പ്രീ കൺസീവ്ഡായ ധാരണകളോ ഇല്ലാതെ യേശുവിനെ സമീപിക്കാൻ ആഗ്രഹിച്ചവരാണ്. സുവിശേഷം എടുത്ത് സത്യസന്ധമായിട്ട് വായിക്കുക, നിങ്ങൾ യേശുവിനെക്കുറിച്ചുള്ള സത്യം തിരിച്ചറിയും. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും യേശുവിനെതിരെ എന്തെങ്കിലും കണ്ടെത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സുവിശേഷം വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യേശുവിലേക്ക് എത്തുക പ്രയാസമാണ്. അപ്പോൾ അതാണ് ഈ അധികാരികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തങ്ങളുടെ മുൻവിധികളും മുൻധാരണകളുമായി യേശുവിനെ സമീപിച്ച ആളുകൾ, അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നില്ല, യേശുവിനെ പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും യേശുവിനെ പീഡിപ്പിക്കാനും കൊല്ലാനുമുള്ള ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു. അത് ഹെറോദേസിനെ പോലെ തന്നെ. ഇനി നമ്മൾ മൂന്നാമത്തെ കൂട്ടരിലേക്ക് വരികയാണ്. അതാണ് പൊതുജനം, ദ പബ്ലിക്. വാക്യം 12, ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു. അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു. എങ്കിലും യഹൂദരെ ഭയന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല. അതായത് ദേ വെന്റ് ഓൺ ഡിബേറ്റിംഗ് on who Jesus is, and they have never ended up in a final commitment. അവർ അവസാനമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. യേശു ആരാണ് എന്നതിനെക്കുറിച്ച് അന്തിമമായ ഒരു സമർപ്പണത്തിലേക്ക് എത്തുന്ന വിധം അവർ തങ്ങളുടെ ധാരണകളെ രൂപീകരിച്ചുമില്ല. അപ്പോൾ ഒരു വ്യക്തതയിലേക്ക് വരാത്ത ജനം, അതാണ് പബ്ലിക്. അവർക്ക് യേശുവിനെക്കുറിച്ച് ആഴമുള്ള ബോധ്യങ്ങൾക്ക് താല്പര്യമില്ല. കേട്ടുകേൾവിയും പറഞ്ഞു കേട്ടതും പലരിൽ നിന്ന് കേട്ടതും പലരുടെ അനുഭവങ്ങളിൽ നിന്ന് കേട്ടതുമൊക്കെയായ ബോധ്യങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനം. അടുത്ത് യേശുവിനെ അറിയാനോ ആഴത്തിൽ യേശുവിനെ അറിയാനോ ആഗ്രഹിക്കാത്ത ഒരു ജനം. അവരിങ്ങനെ തർക്കങ്ങളിൽ ഏർപ്പെട്ട് യേശുവിനെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുത്താൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടം മനുഷ്യർ, യേശുവിനോടുള്ള മൂന്ന് സമീപനങ്ങൾ. ഒന്ന്, ചിരപരിചിതത്വം കൊണ്ട് യേശുവിൻ്റെ വില മനസ്സിലാക്കാതെ പോയ സഹോദരന്മാർ. രണ്ട്, മുൻവിധികളോടും അതുപോലെ തന്നെ ഉപായങ്ങളോടും കൂടി, അല്ലെങ്കിൽ തെറ്റായ ഉദ്ദേശത്തോടു കൂടി യേശുവിനെ സമീപിച്ച അധികാരികൾ. മൂന്നാമത്തേത്, യേശുവിനെക്കുറിച്ചുള്ള ധാരണകൾ ആഴപ്പെടുത്താൻ മനസ്സുവെക്കാത്ത പൊതുജനം. ഇനി ഈ സാഹചര്യത്തിലാണ് 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, യേശു തിരുനാൾ ഏതാണ്ട് പകുതിയാവുമ്പോൾ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. വാക്യം 14, തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഈ അറിവ് എവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. അതായത് തിരുനാൾ പകുതിയായപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മൾ കാണേണ്ടത്
ഒരു പ്രധാനപ്പെട്ട സംഗതി കാണേണ്ടത് തിരുനാൾ 8 ദിവസത്തെ തിരുനാളാണ്. അപ്പോൾ ഈ 8 ദിവസത്തെ തിരുനാളിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ആയിരിക്കണം യേശു ചെല്ലുന്നത്. അപ്പോൾ യേശു ജെറുസലേമിലേക്ക് ചെല്ലുന്നത് രഹസ്യമായിട്ടാണ്. രഹസ്യമായിട്ട് ചെന്ന് അവൻ തിരുനാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൈഡ് ചെയ്ത് മറഞ്ഞിരുന്നതിന് ശേഷം ഒരു 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസമായപ്പോൾ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഇനി ഏത് യഹൂദ റബ്ബിക്കും ദേവാലയത്തിൽ തിരുനാളിൻ്റെ സന്ദർഭങ്ങളിൽ ദേവാലയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് പഠിപ്പിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ചെറിയ ചെറിയ കൂട്ടങ്ങളിലായി തീർത്ഥാടകർ ഈ പഠിപ്പിക്കുന്ന റബ്ബിക്ക് ചുറ്റും ഒരുമിച്ച് കൂടും. എന്നിട്ട് അവർ ആ പ്രബോധനം ശ്രദ്ധിക്കും. ഇത് തിരുനാളിൻ്റെ സന്ദർഭങ്ങളിലെ യഹൂദന്മാരുടെ തിരുനാൾ സന്ദർഭങ്ങളിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു. ഓരോ യഹൂദ റബ്ബിയുടെ അടുത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കും. ആ യഹൂദ റബ്ബി പഠിപ്പിക്കും. അപ്പോൾ ദേവാലയത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെ നിന്ന് പഠിപ്പിക്കാൻ ഒരു യഹൂദ റബ്ബിക്ക് അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ പഠിപ്പിക്കണമെങ്കിൽ ആ റബ്ബിക്ക് യഹൂദ മതത്തിൻ്റെ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. മതത്തിൻ്റെ ഒരു ട്രെയിനിങ് ഉള്ള ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ പഠിപ്പിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തനായി കർത്താവ് ഈശോ മിശിഹ ഒരു തിയോളജിക്കൽ ഫോർമേഷനും ഇല്ലാത്ത, സാധാരണ മാനുഷികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പരിശീലനവും ഈ വിഷയത്തിൽ സാധാരണ കിട്ടുന്ന പ്രകാരം യഹൂദർക്ക് കിട്ടുന്നത് പോലെ കിട്ടാത്ത യേശു ദേവാലയത്തിൽ വന്നു നിന്ന് ആഴമായ ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇവരുടെ ആദ്യത്തെ ചോദ്യം, ഈ അറിവ് ഇവൻ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് ദൈവികമായ രഹസ്യങ്ങൾ തൻ്റെ മനുഷ്യത്വത്തിൽ ഒരു മനുഷ്യനെന്ന നിലയിൽ ദൈവികമായ രഹസ്യങ്ങൾ യേശു ശ്രവിച്ചതും സ്വീകരിച്ചതും പിതാവിൽ നിന്നാണ്, പിതാവിനോട് പ്രാർത്ഥനയിൽ ഒന്നായി മാറിക്കൊണ്ടാണ്. ദൈവമാണ്, പിതാവാണ് പുത്രനെ പഠിപ്പിച്ചത്. അപ്പോൾ പിതാവ് പറഞ്ഞതല്ലാതെ പുത്രന് ഒന്നും സ്വന്തമായിട്ട് പറയാനില്ല. സ്വമേധയാ ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സംസാരം മുഴുവൻ പിതാവ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. നമ്മൾ ഈ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സത്യം, ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം തന്നെ പിതാവായ ദൈവം പഠിപ്പിച്ചു തരണം. ദൈവമാണത് പഠിപ്പിച്ചു തരേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ യെശയ്യാ 54:13 അവർ ദൈവത്താൽ അല്ലേ, അവിടുന്ന് കർത്താവ് നിൻ്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 45-ാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഹെബ്രായ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇനി ആരും ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ടതില്ല, അവർ ദൈവം തന്നെ പഠിപ്പിക്കും. യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഈ സുവിശേഷം ഞാൻ മനുഷ്യരിൽ നിന്ന് സ്വീകരിച്ചതല്ല, ഒരു മനുഷ്യനും അതെന്നെ പഠിപ്പിച്ചതുമില്ല, അത് യേശുക്രിസ്തുവിൻ്റെ ഒരു വെളിപാട് വഴിയാണ് എനിക്ക് ലഭിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ, മാംസരക്തങ്ങളല്ല നിനക്ക് ഇത് പഠിപ്പിച്ചു തന്നത്, എൻ്റെ സ്വർഗീയ പിതാവാണ് നിനക്ക് ഈ രഹസ്യം വെളിപ്പെടുത്തിയത് എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടിയത് യേശുവിന്. പിതാവായ ദൈവമാണ് പഠിപ്പിച്ചത്. എന്നാൽ അത് ഇവർക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ല. യേശുവിൻ്റെ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, ജീസസ് തിയോളജിക്കൽ ഫോർമേഷൻ വാസ് ഫ്രം പ്രയർ, ഡീപ്പ് പ്രയർ ലൈഫ്. അപ്പോൾ ഈ ആഴമുള്ള പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് യേശു രൂപപ്പെടുത്തിയതാണ് ഈ ദൈവിക ജ്ഞാനം. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. അപ്പോൾ വാക്യം 15, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ എത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം
ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് ഈ 17-ാമത്തെ വാക്യം. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഇത് ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തമല്ല, ഞാൻ സ്വയം സംസാരിക്കുന്നതല്ല, മറിച്ച് ഇത് പിതാവായ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇനി ഇത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് ആർക്കാണ് മനസ്സിലാവുന്നത്? ഇത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നത് ആർക്കാണെന്ന് വെച്ചാൽ, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവർക്കാണ് യേശുവിൻ്റെ പ്രബോധനങ്ങൾ ദൈവത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാവുന്നത്. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ വചനം നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പല ആളുകൾക്കും ഒരു പ്രയാസമുണ്ട്. എനിക്കിത് വചനം മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് വചനം മനസ്സിലാകാത്തത് എന്നതിൻ്റെ ഒരു ഉത്തരവാണിത്. എന്തിനാണ് നിനക്ക് ഈ വചനം മനസ്സിലാകേണ്ടത്? ബൈ what intention you are reading this text and what is the purpose of reading this? What is the purpose of learning this scripture? തിരുവെഴുത്തുകൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണത്? ഈ ഏദൻ തോട്ടത്തിൽ 2 തരം വൃക്ഷങ്ങളുണ്ടായിരുന്നു. നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും. അപ്പോൾ ദൈവം പറഞ്ഞത് അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നണ്ടെന്നാ. ജീവൻ്റെ വൃക്ഷത്തിലേക്ക് പാപം ചെയ്യുന്നത് വരെ അവർക്ക് വഴി തുറക്കപ്പെട്ടിരുന്നു. പാപം ചെയ്തതിന് ശേഷമാണ് ആ വഴി അടയ്ക്കപ്പെട്ടത്. അറിവിൻ്റെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം ഒരു ഉപമയായിട്ടെടുക്കുക. തിരുവചനം വായിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അറിവാണോ ജീവനാണോ? യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് വായിക്കുക വഴി നിങ്ങൾ അവൻ ദൈവോത്തരനാണെന്ന് വിശ്വസിക്കുകയും അതുവഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ തിരുവെഴുത്തുകൾ വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ്? അറിവ് കിട്ടാനാണോ ജീവൻ കിട്ടാനാണോ? കുറെ കൂടി ലളിതമായി അതിനെ പരാവർത്തനം ചെയ്താൽ, എന്തിനാണ് ഞാനിത് വായിക്കുന്നത്? എനിക്ക് കുറച്ച് അറിവ് കിട്ടാനാണോ അതോ ഈ തിരുവെഴുത്തുകളിൽ പറയുന്ന പ്രകാരം ദൈവ ഇഷ്ടം എനിക്ക് അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ? അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ ഒരാൾ വചനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? അനുസരിക്കാനാണെങ്കിൽ ഈശോ പറയുകയാണ് അവർക്കിത് മനസ്സിലാവും. അപ്പോൾ തിരുവെഴുത്തുകൾ മനസ്സിലാക്കാനുള്ള ഒരു വഴി എന്താ? തിരുവചനങ്ങൾ അനുസരിക്കാനുള്ള ഒരു സന്നദ്ധത രൂപപ്പെടുത്തുക, സന്നദ്ധമായൊരു ഹൃദയം രൂപപ്പെടുത്തുക. അപ്പോൾ വചനം മനസ്സിലാവും. വചനം ആരുടെ മുമ്പിലാണ് അടയ്ക്കപ്പെട്ട്, വചന കവാടങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുന്നത്? ഈ വചനം അനുസരിക്കാൻ താല്പര്യമില്ലാതെ വായിക്കുന്നവരുടെ മുൻപിലാണ്. ഒരു കാരണം അതാവാം. അതാണ് വചനം പറയുന്നതിനെ നമുക്ക് സംശയിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് ദൈവവചനം മനസ്സിലാകാത്തതിൻ്റെ ഒരു കാരണം വചനം അനുസരിക്കാനുള്ള താല്പര്യക്കുറവാണ്. The pathway to knowledge, divine knowledge, according to Jesus, is the willingness to obey. It's not the pathway to knowledge is not education. The pathway to knowledge as per Jesus Christ, according to Jesus Christ, is the willingness to obey. അനുസരിക്കാനുള്ള തയ്യാറെടുപ്പാണ്, അനുസരിക്കാനുള്ള സന്നദ്ധതയാണ് ജ്ഞാനത്തിലേക്കുള്ള കുറുക്ക് വഴി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് ഈ 17-ാമത്തെ വാക്യം. അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇതാണ് ഈശോ പറയുന്ന 2-ാമത്തെ കാര്യം. 1-ാമത്തെ കാര്യം നമ്മൾ ഇവന് ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് എന്നവർ ചോദിക്കുമ്പോൾ 1-ാമത്തെ കാര്യം നമ്മളിത് മനസ്സിലാക്കിയത് ഈശോ ഈ ജ്ഞാനമെല്ലാം സ്വീകരിച്ചത് പ്രാർത്ഥനയിൽ നിന്നാണ്. 2-ാമത്തേത് ദൈവേഷ്ടം അനുസരിക്കാനുള്ള സന്നദ്ധതയിൽ നിന്നാണ്. 3-ാമത്തേത് സ്വമേധയ, 18-ാമത്തെ വാക്യം, സ്വമേധയ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു,
എന്നാൽ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്, അവനിൽ അനീതി. അവൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ്, അവനിൽ അനീതിയില്ല. എന്തെന്നറിയാവും? ഈശോ പറയുകയാണ്, എന്താണ് എൻ്റെ ക്രെഡിബിലിറ്റി? ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നതിൻ്റെ ആധികാരികത എന്താണ്? ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്നതിൻ്റെ ആധികാരികത, ഞാൻ എൻ്റെ മഹത്വമല്ല ഈ പറയുന്നത് വഴി അന്വേഷിക്കുന്നത്. ഞാൻ പിതാവിൻ്റെ മഹത്വമാണ് അന്വേഷിക്കുന്നത്. ഞാൻ ദൈവപിതാവിൻ്റെ മഹത്വം അന്വേഷിക്കുന്നത് കൊണ്ട് എൻ്റെ വാക്കുകൾ വിശ്വസനീയമാണ്, സത്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് നമ്മൾ നമ്മുടെ മഹത്വം അന്വേഷിക്കുമ്പോൾ നമ്മളിൽ നിന്ന് സത്യമല്ല പുറത്തു വരുന്നത്. ഈ വചനം വളച്ചൊടിക്കപ്പെടുന്നതെല്ലാം എവിടെയാണെന്നറിയാമോ? ഒരു മനുഷ്യൻ തൻ്റെ മഹത്വം അന്വേഷിക്കുമ്പോഴാണ്, തനിക്ക് മഹത്വം കിട്ടാൻ ആഗ്രഹിക്കുമ്പോഴാണ് വചനമെല്ലാം ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നത്. മാലിന്യമില്ലാതെ വെള്ളം ചേർക്കാതെ വചനം സ്വീകരിക്കാൻ പറ്റുന്നത് ഒരാൾ ദൈവമഹത്വം മാത്രം അന്വേഷിക്കുമ്പോഴാണ്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് അടുത്ത വാക്യത്തിൽ വായിക്കുന്ന 19. മോശ നിങ്ങൾക്ക് നിയമം നൽകിയില്ലേ, എന്നിട്ടും നിങ്ങളാരും നിയമം പാലിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? അതായത് ഈശോയോട് പറയുന്ന നാലാമത്തെ ആർഗ്യുമെൻ്റ്, നിങ്ങൾ മോശയുടെ നിയമം പാലിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകാത്തത്. അതായത് ഇതുവരെ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകാത്തത്. നിങ്ങൾക്ക് മോശയിലൂടെ നൽകപ്പെട്ട നിയമം നിങ്ങൾ സമ്പൂർണ്ണമായി പാലിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ മനസ്സിലാകാത്തത്. എന്നിട്ട് ഈശോ പറയുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്. 20-ാമത്തെ വാക്യം, ജനങ്ങൾ പറഞ്ഞു, നിനക്ക് പിശാചുണ്ട്, ആരാണ് നിന്നെ കൊല്ലാൻ ആലോചിക്കുന്നത്? യേശു പ്രതിവചിച്ചു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാം? ഇത് വളരെ പ്രധാനമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഞാനൊരു പ്രവൃത്തി ചെയ്തു, അതിൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമം നൽകിയിരിക്കുന്നു. വാസ്തവത്തിൽ അത് മോശയിൽ നിന്നല്ല, പിതാക്കന്മാരിൽ നിന്നാണ്. അതനുസരിച്ച് സാബത്തിൽ ഒരുവന് നിങ്ങൾ പരിച്ഛേദനം നടത്തുന്നു. മോശയുടെ നിയമം ലംഘിക്കാതിരിക്കുന്നതിന് ഒരുവൻ സാബത്ത് ദിവസം പരിച്ഛേദനം സ്വീകരിക്കുന്നെങ്കിൽ, സാബത്ത് ദിവസം ഒരു മനുഷ്യനെ ഞാൻ പൂർണ്ണമായി സുഖമാക്കിയതിന് നിങ്ങൾ എന്നോട് കോപിക്കുന്നുവോ? പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയോടെ വിധിക്കുക. അതായത് യേശു ചെയ്ത ഒരു അത്ഭുതത്തെ, ആ അത്ഭുതത്തെ നിങ്ങൾ വിമർശിക്കുന്നു. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ യേശുവിനെ കൊല്ലാൻ ആലോചിക്കുന്നത്. ഏതാണ് അത്ഭുതം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ അത്ഭുതം ഏതാണ്? ആ അത്ഭുതം തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച അത്ഭുതമാണ്, ബെത്സേദ കുളത്തിൻ്റെ കരയിൽ വെച്ച്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ അത്ഭുതത്തെ നിങ്ങൾ വിമർശിക്കുന്നു. ഞാനൊരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തിയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു പറഞ്ഞ് നിങ്ങൾ അതിനെ വിമർശിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നതെന്നറിയാമോ? നിങ്ങൾ കാണുന്നതനുസരിച്ചാണ് വിധിക്കുന്നത്. അതായത് കാണുന്നതനുസരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ, നിങ്ങൾക്ക് തോന്നിയതനുസരിച്ചാണ് നിങ്ങൾ വിധിക്കുന്നത്. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കരുത്, നിങ്ങൾക്ക് മിശിഹ വരുന്നതിനെക്കുറിച്ച് ചില ധാരണകളുണ്ട്. ആ ധാരണകളിൽ നിന്ന് വിഭിന്നമാണ് ഈശോ പറയുകയാണ് എൻ്റെ പ്രവർത്തനം. നിങ്ങൾ മിശിഹ വരുമ്പോൾ ഇങ്ങനെ എന്ന് ചില ധാരണകൾ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ. ഞാൻ സാബത്ത് ദിവസം ഒരു തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചു. അത് സാബത്ത് ലംഘനമായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ഞാൻ പറയുകയാണ് അത് സാബത്ത് ലംഘനമല്ല. എന്താണ് കാരണം? നിങ്ങൾ മോശയുടെ നിയമം അനുസരിക്കാൻ വേണ്ടി, മോശയുടെ ഒരു നിയമം അനുസരിക്കാൻ വേണ്ടി സാബത്ത് ലംഘിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളത് സാബത്ത് ലംഘനമായി കണക്കാക്കുന്നില്ല. ഏതാണത്? പരിച്ഛേദനം സാബത്ത് ദിവസവും ചെയ്യാം. പരിച്ഛേദനം ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. അതിനേക്കാൾ നിസ്സാരമായ പ്രവൃത്തികൾ പോലും വിലക്കിയിരിക്കുന്ന സാബത്ത് ദിവസം നിങ്ങൾ വളരെ ഗൗരവതരമായ പരിച്ഛേദനം എന്ന പ്രവൃത്തി ചെയ്യുന്നു.
അതൊരു തരത്തിൽ സാബത്ത് ലംഘനമല്ലേ? എന്നാൽ നിങ്ങൾ പറയുന്നത് സാബത്ത് ലംഘനമല്ല. കാരണം എന്താണ്? മോശ ഞങ്ങൾക്ക് നൽകിയ ഒരു നിയമം അനുസരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സാബത്തിൽ അത് ചെയ്യുന്നത്. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ നിയമമാണ് തൻ്റെ സഹജീവിയോട് കരുണ കാണിക്കുക എന്നുള്ളത്. ഒരുവനെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും അവൻ്റെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും മോചിപ്പിക്കുക എന്നത്. അപ്പോൾ ഈ രക്ഷയുടെ പ്രവൃത്തിയാണ് തളർവാദ രോഗിയെ ഉറപ്പിക്കുക വഴി യേശു ചെയ്തത്. പരിച്ഛേദനമെന്ന് പറയുന്ന താരതമ്യേന ചെറിയൊരു നിയമം പാലിക്കാൻ സാബത്ത് ദിവസം നിങ്ങൾ അനുവാദം നൽകുമെങ്കിൽ ഒരു മനുഷ്യനെ സമ്പൂർണമായി അവൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് രക്ഷയിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തി തളർവാദ രോഗിയിൽ ഞാൻ നിർവഹിച്ചതിനെ നിങ്ങൾ എങ്ങനെയാണ് സാബത്ത് ലംഘനമായി വ്യാഖ്യാനിക്കുന്നത്? നിങ്ങൾ കാണുന്നത് പോലെ വിധിക്കുന്ന ആളുകളാണ്, തോന്നുന്നത് പോലെ വിധിക്കുന്ന ആളുകളാണ്, ആഴത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഇത്രയും കാര്യങ്ങളാണ് 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ വചനം കേട്ട നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ 7-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ കാണാം. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. നന്മയും ആരോഗ്യവും ആയുസ്സും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.